ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹജ്ജ് ഉംറയും. നമ്മൾ ഇന്ന് അതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് മക്ക പരിചയപ്പെടുക. അതാണ് നമ്മൾ ഇന്നോട് അവതരിപ്പിച്ചത്. മക്കയുടെ 5 സ്ഥലങ്ങളിലായിട്ടാണ് മീക്കാത്ത് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് യലംലമിലാണ് മീക്കാത്ത്. കഅബയ്ക്ക് 4 മൂലകളാണുള്ളത്. ഇത് ഹജറുൽ അസ്വദിന്റെ മൂല, റുക്നുൽ ഇറാഖ്, റുക്നുൽ ഷാം, റുക്നുൽ യമൻ. ഈ കറുപ്പ് നമ്മള് പെണ്ണുങ്ങളായിട്ടും വെള്ള ആണുങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഹജറുൽ അസ്വദിന്റെ മൂലയാണ് നമ്മൾ മക്കന്റെ വലം വെച്ച് തുടങ്ങാം. അവിടുന്ന് നമ്മൾ ഈ സ്വർണ്ണപ്പാത്തിന്റെ അവിടെ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഇവിടെ നിന്ന് ദുആ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സഫാ മർവയിൽ പോകും. സഫാ മർവയില് 7 പ്രാവശ്യം അങ്ങോട്ട് പോകും. പിന്നെ അവിടുന്ന് മിനയിൽ വന്ന് താമസിക്കും. അവിടെ ഒരു ദിവസം രാപ്പാർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അറഫയില് രാപ്പാർക്കും. അറഫയില് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുസ്തലിഫയില് പോകും. മുസ്തലിഫ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മിനയിൽ വന്ന് ജംറകൾ കല്ലെറിയാൻ വരും. ഇതാണ് 3 ജംറകൾ. ഇത് ജംറത്തുൽ ഊല, ഇത് ജംറത്തുൽ വുസ്ത, ഇത് ജംറത്തുൽ അഖബ. പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ജംറത്തുൽ അഖബയിലാണ് കല്ലെറിയുന്നത്. നമ്മൾ എന്തെങ്കിലും വാജിബാത്തുകൾ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ചെയ്യുക. അതാണ് മഖാം ഇബ്രാഹിം. മക്കയുടെ ഇടതുഭാഗത്തായിട്ടാണ് മഖാം ഇബ്രാഹിം ഉള്ളത്. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്ന ദുആ ചെയ്തത്. അത് സംബന്ധിച്ച് നമ്മൾ എന്താഗ്രഹിച്ചും അതിനുള്ള വെച്ചാലും നടക്കുന്നതാണ് പറയാം.